മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് വിൻസി അലോഷ്യസ്. കഴിഞ്ഞ ദിവസം വിൻസി ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. ഇനി മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുമൊത്ത് അല്ലെങ്കിൽ താരങ്ങളുമൊത്ത് താൻ അഭിനയിക്കില്ല എന്ന പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെ താരം ഒരു തുറന്നു പറച്ചിലും നടത്തിയിട്ടുണ്ടായിരുന്നു. താൻ ഒപ്പം അഭിനയിച്ച ഒരു നടൻ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആ നടന്റെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു അനുഭവം തനിക്കുണ്ടായെന്നും വിൻസി അലൂഷ്യസ് വെളിപ്പെടുത്തി രംഗത്ത് വന്നു. ആ നടന്റെ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ട നിരവധി പേർ വാർത്തകളിലൂടെയൊക്കെ പ്രതികരിച്ചിരുന്നു. പലരും രംഗത്ത് വന്നിരുന്നു. എങ്കിൽ പോലും വിൻസി അലൂഷ്യസ് അതിനൊന്നും മറുപടി പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് ഷൈൻ ടോം ചാക്കോ എന്ന യുവ നടൻ ലഹരി കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വിൻസി അലൂഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പോലെ നാട്ടുകാരുടെ ഇപ്പം നമ്മളിപ്പം അഭിനയിക്കുമ്പം ചീത്തക്കേണ്ടി വരുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തെടുക്കും. നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ്. ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇപ്പൊ എന്നോട് അപ്പച്ചനൊക്കെ പറയും മറ്റേ കാർ ഡ്രൈവിംഗ് ഒക്കെ മര്യാദയ്ക്ക് പഠിച്ചു, ഒരു പടത്തിന് ആവശ്യം വന്നാലോ ആവശ്യം വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം. പഠിച്ചിട്ടില്ല? ഇല്ല. അപ്പം എല്ലാതും ആവശ്യം വന്നാൽ ഞാൻ എല്ലാം പഠിക്കും. എത്രയും പെട്ടെന്ന് ആവശ്യം വരട്ടെ. വളരെ അത്യാവശ്യമുള്ള ഡ്രൈവിംഗ്. എനിക്കൊരു വേറെ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പഠിച്ച ഞാൻ തന്നെ കൊണ്ടുപോയി ഇടിപ്പിക്കുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് ഉറപ്പാ. ഞാൻ തന്നെ വണ്ടി എടുക്കും, ഞാൻ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്റെ ഒരു ഇതിന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഡ്രൈവ് ചെയ്യുമ്പോ ഒരു പണി കിട്ടാൻ പോയിട്ടുണ്ട്. ആബ്സെന്റ് മൈൻഡഡ് ആവുന്ന തന്നെ പോയിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് തൊട്ടില്ല പിടിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ ശ്രദ്ധ എവിടെയല്ല. ഇടയ്ക്ക് മറ്റേ സ്വപ്നലോകത്ത് പോകുന്ന ആളാണോ? സ്വപ്നലോകത്ത് പോയിട്ട് ലോറിയുടെ അടിയിൽ പോവാത്ത ഭാഗ്യം എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോകാറുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തോ ഒരു സംഭവം എന്ന് വെച്ചാല് ചില സമയത്ത് ഇങ്ങനെ എല്ലാം എന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ആലോചിച്ച് പല 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 കാര്യങ്ങൾ ഞാൻ അടുത്ത ജന്മത്തിൽ വരയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആലോചിക്കും. അങ്ങനെ ആലോചിച്ച് പോകാറുണ്ടോ? അടുത്ത ജന്മത്തിൽ ഞാൻ ആലോചിക്കാറില്ല. പക്ഷെ ഈ ജന്മത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എപ്പോഴും ആലോചിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. പ്ലാൻ അല്ല, ഞാനിങ്ങനെ ഇങ്ങനെ കാണും, വിഷ്വലൈസ് ചെയ്യും. അത് ഭയങ്കര വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ ലിവിംഗ് ദി ലൈഫ് ഇൻ മൈ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞാൽ സംടൈംസ് ആ വിഷ്വലൈസേഷൻസ് ഒന്നും നടക്കാണ്ടാവും ഞാനത് കട്ട് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ പണ്ട് വിഷ്വലൈസ് ചെയ്തതാണ് എന്റെ കല്യാണം, ബീച്ച് വെഡിങ്, ഡെസ്റ്റിനേഷൻ വെഡിങ്. ഓക്കെ, പക്ഷെ ഇപ്പം എനിക്കത് ആഗ്രഹിക്കാനേ പറ്റുന്നില്ല. നമ്മൾ മാറും. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് ചിലപ്പോൾ കാര്യമില്ലാന്ന് തോന്നും. അപ്പൊ ആ വിഷ്വലൈസേഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ കാര്യങ്ങളിൽ വിഷ്വലൈസ് ചെയ്യും. കുറച്ചുകൂടെ പ്രൊഫഷണൽ ഓറിയന്റഡ് ആവാം, വേറെ ആവാം. ഞാൻ ഈ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഈ അവാർഡിന് നമ്മൾ വന്നൊരു ഗെറ്റപ്പ് ഉണ്ടല്ലോ, നല്ല ബ്ലാക്ക് സാരി, ബനാറസി ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ പണ്ട് സ്വപ്നത്തില് അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോ ഇതായിരുന്നു വേഷം. ഒരു ബ്ലാക്ക് ആയിരുന്നു, ബ്ലാക്ക് ഗൗൺ ആയിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു ബ്ലാക്ക് മസ്റ്റ് ആയിരുന്നു. ബ്ലാക്ക് എനിക്ക് തോന്നി ആ സ്വപ്നം ഉണ്ടോ. എന്നോട് കുറെ പേര് പറഞ്ഞു. ഞാനും എൻ്റെ കുറച്ച് 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും വേണം ബ്ലാക്ക് ഇട്ട് പോകണം, എന്നാലേ ആ ഗോൾഡൻ ലേഡി എടുത്ത് നിൽക്കുള്ളൂ. ഓക്കെ, പിന്നെ ആലോചിക്കുന്ന മറ്റേ കരിങ്കോടി കാണിച്ചു എന്ന് വല്ലതും ടീം മൊത്തം ബ്ലാക്കിൽ വന്നിറങ്ങുക. ഞാൻ തലേ ദിവസം അപ്പച്ചനമ്മയ്ക്കും ബ്ലാക്ക് വേണോ, എന്താ പ്രശ്നം, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, വേണോ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് 3 പേരും 3 സ്ഥലത്തേക്ക് ആക്കി. മാറി കിട്ടു. അവർ 3 പേരും വേറെ സ്ഥലത്ത് മാറിയിരുന്നു. അയ്യോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര ഭംഗി തോന്നി കേട്ടോ ആ ഒരു ഗെറ്റപ്പില്. മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് കുറച്ച് പാറിപ്പോയി. അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് ആഷിഫ് മരക്കാർ, പുള്ളി മേക്കപ്പ് ആർട്ടിസ്റ്റ്, അടിപൊളി. എന്താ പറയാ, ഈ പഠിത്തത്തിലേക്ക് എത്തി ഒരു നല്ല പൊസിഷനിൽ എത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്, ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെ. എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു. അച്ഛനമ്മയ്ക്ക് എന്നൊരു എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാലം എടുത്ത് ഞാൻ വെച്ചാൽ 4 വർഷം എന്നുള്ളത് മിനിമം 8 വർഷം കഴിഞ്ഞാൽ പോലും ഞാൻ ഇറങ്ങില്ല. അവിടെ വെച്ച് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ വിൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹം മനസ്സിലായി. എനിക്കാണെങ്കിൽ വേറൊരു ആഗ്രഹവും ഇല്ല. വിൻസിക്ക് നല്ലൊരു ലക്ഷ്യബോധം ഉണ്ട്. അപ്പൊ ആങ്കർ ആവണമെന്ന് വന്ന അവസരത്തിലൊക്കെ കയറി പിടിച്ച അവസരം വന്നപ്പോ നമ്മള് വേണ്ടാന്ന് വെച്ചില്ല. വന്ന അവസരത്തിനനുസരിച്ച് ചെയ്തതാ. ഞാൻ ഇത്രയും കാലം ആങ്കറിങ് ചെയ്യുന്നവരും വിചാരിച്ചില്ല. പ്രത്യേകിച്ച് വലിയ സ്വപ്നമൊന്നും ഇല്ലാത്ത അടിപൊളി. പക്ഷെ മീഡിയ വരണമെന്നുണ്ടായിരുന്നു, മീഡിയയിൽ ചെയ്യണമെന്നേ ഉണ്ടായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു ഫോക്കസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ നല്ലൊരു ലക്ഷ്യബോധമുണ്ട് സിനിമയിലേക്ക് വരണം. അത് നമുക്ക് മാത്രമാണ്, സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഇതിനെ വെച്ചുകൊണ്ട് തന്നെ ആർക്കിടെക്ചർ പോലത്തെ അത്യാവശ്യം നന്നായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഒത്തിരി ഡെഡിക്കേഷൻ വേണ്ട ഒരു കോഴ്സ് സെലക്ട് ചെയ്തു പോയി.
അന്ന് എന്തുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്ത് പോയില്ല? എനിക്ക് കുറച്ച്, ഞാൻ പറയുന്നത് കൊണ്ടല്ല, എനിക്ക് നല്ല രീതിയിൽ സെറ്റിൽഡ് ആവണമെന്നുണ്ട്. അപ്പം സിനിമ നടക്കത്തില്ല എന്ന് ഏകദേശം എനിക്ക് ഉറപ്പായി. കാരണം നമുക്ക് വേറൊരു വഴിയില്ല. നോക്കുമ്പോൾ സിനിമയൊന്നും നടക്കില്ല, വീട്ടുകാർ സപ്പോർട്ടല്ല, പിന്നെന്താ എങ്ങനെ ഇതിലോട്ട് കയറണം എന്നൊരു ഐഡിയ ഇല്ല. പിന്നെ ഈ കോളേജിൽ കയറണം എന്നും ആയി. വേറൊരു വഴിയില്ലെങ്കിൽ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ഒരു നല്ലൊരു കോഴ്സ് തന്നെ സെലക്ട് ചെയ്യണം എന്നായിരുന്നു. എനിക്ക് വെൽ സെറ്റിൽഡ് ആവണം എന്നായിരുന്നു. കുറച്ച് ലക്ഷറി മോഡായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് ലക്ഷറിയസ് ആയിട്ട് സെറ്റിൽഡ് ആവണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പം സിനിമ നടന്നില്ലെങ്കിൽ ഫാമിലി, എനിക്ക് നല്ലൊരു ചെക്കനെ കെട്ടി കുട്ടികളായി നല്ലൊരു ജോബ്, ഇങ്ങനെ നല്ലൊരു ഹൈഫൈ പരിപാടി, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് വേണമെന്നായിരുന്നു. പക്ഷെ അത് അതിലോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിക്കുന്ന ലക്ഷറി അല്ല, പിന്നെ അപ്പുറത്തേക്ക് വേറെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട് ഈ പരിപാടിക്ക് എന്നുള്ളത്. വരയ്ക്കുന്ന ആളായിരുന്നോ പണ്ടൊക്കെ? പണ്ട് വരയ്ക്കില്ലായിരുന്നു. ഇതിനു വേണ്ടി നമ്മളിങ്ങനെ വരച്ച് പഠിക്കുമായിരുന്നു. ഞാൻ വരയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഈ എന്താ പറയാ, ഓരോരോ ഇതില് ഇങ്ങനെ വരച്ച് വരുമ്പം ഓരോരുത്തർ പറയും നന്നായി വരയ്ക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കൊന്നും കൂടി ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് ഏകദേശം കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ രാത്രി പകൽ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുക്കണം എന്ന് മനസ്സിലായത്. അത് പക്ഷെ രസമായിരുന്നു. നമ്മൾ അതിന് റെഡി ആയിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ. പിന്നെ ഒരു ഇന്റേൺഷിപ്പ് ആ സമയമായപ്പോഴാണ് ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് അതിനൊരു രീതിയിലും എന്ന് വെച്ചാൽ അവർ നമ്മളുടെ ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻസിന് അവിടെ വില കുറവാ. അവർ പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സിന്റെ ഇതാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു എന്താ പറയാ, ഓക്കെ താഴെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി. എനിക്ക് അങ്ങനെ ഒരു എംപ്ലോയി ആവണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഇപ്പം സിനിമയിലാണെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ ഇനീഷ്യൽ പടങ്ങളിൽ നമ്മൾ അങ്ങനെയായിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു അത്. എന്നുവെച്ചാൽ ഒരാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമ്മളുടെ ഔട്ട്പുട്ട് ഇട്ടാകും ഓവറാന്ന് പറയുമ്പോൾ അയ്യോ രക്ഷയില്ലല്ലോ. പക്ഷെ വൺസ് ഓരോ ക്യാരക്ടർ പ്രൂവ് ചെയ്ത് വരുമ്പം അവരെന്നെ നമുക്ക് ആ സ്പേസ് വരുന്നുണ്ട്. വിൻസി ചെയ്യുന്നുള്ളത്. പഴയ ഡയറക്ടേഴ്സ് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കാറില്ലായിരുന്നു എന്നുള്ളതൊക്കെ. കുറെ പേരില്ല. ഞാൻ ലാൽജു സാറിന്റെ കൂടെ വർക്ക് ചെയ്തത്. ലാൽജു സാർ ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്. അങ്ങനത്തെ എന്താ പറയാ, നമ്മളുടെ കഴിവില് ചിലപ്പം ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും, അവരുടെ നിന്ന് കിട്ടും. അല്ലാത്തവരുടെ കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നോക്കുന്ന ആംഗിളൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ വേണ്ട, ഇതും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കൊരു ട്രസ്റ്റ് വേണം നമ്മളിൽ. ആ ട്രസ്റ്റ് ഇല്ലാത്തവരെ നമ്മൾ അവരെ കേട്ടേ പറ്റും. ആ ട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസ് കിട്ടുന്നു പ്രതീക്ഷിക്കാം. ആർക്കിടെക്ചറിലേക്ക് തിരിച്ചു വരികയാണ്. അത് നമ്മൾ വിട്ടുപിടിച്ചെങ്കിലും നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ചെയ്യണം, എനിക്കൊരു അങ്ങനത്തെ ഒരു ഫേം തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? ഇല്ല. കാരണം ചിന്തിച്ചൂടെ ചോദിച്ചതല്ലേ? അല്ല, ഞാൻ എൻ്റെ വീട് ഞാൻ തന്നെ എന്താ പറയുക, എനിക്ക് ഡിസൈൻ ചെയ്യണം എന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം അത് വേണം അങ്ങനെ കൊടുക്കണം. വേറൊരാളുടെ ഇതിലോട്ട് ഞാൻ റിസ്ക് എടുക്കില്ല. എന്നേലും പണി പാളിയ നമ്മുടെ തലയിലായിരിക്കും. പക്ഷെ ആ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമല്ല. എനിക്കിപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് പണിയാനും എൻ്റെ വീട് ഡിസൈൻ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അത് വേറൊരു വീട് പണിയണമെന്നോ ഡിസൈൻ ചെയ്യണമെന്നോ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അതിനേക്കാൾ നല്ല ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ സിനിമ മേഖലയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. സിനിമയിൽ ആക്ടിംഗ് മാത്രമാണോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയൊരു? ഇടയ്ക്ക് ഡയറക്ഷൻ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു പണിയും ഇല്ലാത്തപ്പോൾ നമുക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പഠിക്കണം. അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ എപ്പോഴും ഒരു ഫിലിം മേക്കിങ്ങിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ സെറ്റിൽ നിൽക്കുന്ന സമയത്ത് വെറും ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കാം, നമുക്ക് പക്ഷെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് ആ നമ്മുടെ പെർസെപ്ഷൻ മാറുമല്ലേ? ടെക്നിക്കൽ വൈസ് ലൈറ്റിംഗ് കുറേ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എളുപ്പത്തിൽ പഠിക്കത്തൊന്നുമില്ല. പക്ഷെ നോക്കി നമ്മളിങ്ങനെ ഓരോ പടങ്ങൾ കഴിയുമ്പോൾ കുറേ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ പോലെ നമ്മൾ ഇപ്പം ഒരു പടം കഴിഞ്ഞിട്ട് വേറൊരു സെറ്റിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ അറിവ് കിട്ടിയ പോലെ, പ്രോസസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ. അങ്ങനെ പിന്നെ ഞാനിപ്പം രേഖ ചെയ്യുന്ന സമയത്ത് ഞാൻ ജിതിൻ ചെയ്യുന്ന ടെക്നിക്ക്, ലാൽജു സാറിന്റെ ടെക്നിക്ക്, പിന്നെ ഡിജോ ചേട്ടൻ്റെ, ഓരോരുത്തരും ഡിഫറെന്റാ. അതിൽ ബെസ്റ്റ് ടെക്നിക്സ് ഇയാളുടെ ഇത് സാധനം കൊള്ളാലോ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താ പറയാ,
പ്രൊഡക്ഷൻ കമ്പനി. അതായത് ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറൊരു പ്രൊഡക്ഷനെ ഏൽപ്പിക്കൂല, ഞാൻ ഇപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലാന്നുണ്ടെ നമുക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രയും ധൈര്യമുള്ള ഒരു വിശ്വാസമുള്ള ഒരാൾ. അവസാനം കൊണ്ട് ഈ കാല് മാറുന്ന ആൾക്കാരെ ഞാൻ ആടിപ്പിക്കത്തില്ല. ഇന്ന സാധനങ്ങൾ വേണം, അതൊന്നും പറ്റില്ല. നമുക്ക് ഇന്നത് ഇപ്പൊ ഞാനൊരു ഡയറക്ടർ ആണെങ്കിൽ ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇന്നത് വേണമെന്ന് പറയുന്നതിന് കാരണമുണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ടും ആളുടെ ഉണ്ടാവണം. അല്ലാതെ ഞാൻ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്തോളാം.